എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുന്നംകുളം സരസ്വതി പൂജാ വേൾഡിലാണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം ഇത് വലിയൊരു ഷോപ്പാണ്. അത്ര അധികം ഇവിടെ കാണാനുണ്ട്. ഞാൻ മാക്സിമം ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ അവിടെ എത്തുന്ന നേരത്തെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പെർമിഷൻ ചോദിച്ചു. അപ്പോൾ അവരുടെ ഓൺലൈൻ സെക്ഷനിലെ ഒരു മെയിൻ സ്റ്റാഫ് തന്നെ നമ്മളോടൊപ്പം വന്നു, എല്ലാം കാണിച്ചു തന്നു, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തും തന്നിട്ടുണ്ടായിരുന്നു. നല്ല സഹകരണമായിരുന്നു അവർക്ക് കേട്ടോ. ഈ കാണുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇടിയിക്കുന്ന പഞ്ചലോഹത്തിന്റെ തളയാണ്. നൂലുകെട്ടിന്റെ അന്ന് കുട്ടികളെ ഇടിയിപ്പിക്കുന്നത് പഞ്ചലോഹത്തിന്റെ തളയായിരുന്നു പണ്ടൊക്കെ. അന്നിങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ. ഇവിടെ ബൾക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇത് ഓരോ ഫേസുകള് 6 ഫേസ്, 10 ഫേസ്, 7 ഫേസ്, 5 ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രുദ്രാക്ഷങ്ങളാണ്. അതുപോലെ ഡാൻസിനൊക്കെ ഉള്ള മാലകളാണ്. ഇത് ഓരോ ഡിസൈനിനനുസരിച്ചും വലുപ്പത്തിനനുസരിച്ചും റേറ്റുകളിലൊക്കെ വ്യത്യാസമുണ്ട്. ഈ കാണുന്നത് രക്തചന്ദന മാലയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് പല സൈസിലുണ്ട്. അതുപോലെ തന്നെ കരിങ്ങാലി, നവരത്നം, ക്രിസ്റ്റൽ ഇത്തരം മാലകളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ മുഴുവനായിട്ടും സിൽവറിന്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇവിടെ വിളക്കുകളുണ്ട്, അതുപോലെ പല പല സാധനങ്ങളുണ്ട്. സിൽവറിന്റെ ഡിസൈൻ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുടങ്ങൾ, അമ്പലത്തിലെ കലശങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതും ഗിഫ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള പലതരം ഐറ്റംസ് ഉണ്ട്. അതൊക്കെ അതായത് വെയിറ്റിനനുസരിച്ചാണ് റേറ്റ്. രാമായണം, ദേവി മഹാത്മ്യം, ഭാഗവതം തുടങ്ങിയിട്ടുള്ള എല്ലാ മഹത് ഗ്രന്ഥങ്ങളും അതുപോലെ എല്ലാവിധ നാമപുസ്തകങ്ങളും ഇവിടെ കിട്ടും. നിലവിളക്കുകളും വിഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ നമ്മുടെ നാടൻ നിലവിളക്കുകൾ, അത് എണ്ണിയാൽ തീരാത്ത അത്രയുണ്ട്. ഇതൊക്കെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തു തരും. ഓൺലൈനായിട്ടും ഇത് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ടെന്നാണ് പറഞ്ഞത്. പൂജകൾക്കും വീടുകളിൽ നടക്കുന്ന മംഗളകർമ്മങ്ങൾക്കൊക്കെ നമ്മൾ ഇപ്പോഴും പഴയ മോഡല് നാടൻ വിളക്ക് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. മിക്കവരും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ടൈപ്പ് വിളക്കുകൾ ഉണ്ട് കേട്ടോ. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഇതെല്ലാം നമുക്ക് ഒരെണ്ണമായിട്ടും കിട്ടും. ഹോൾസെയിൽ റേറ്റിന് തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഊഞ്ഞാലാടുന്ന കണ്ണനെയും കൃഷ്ണരാധ വിഗ്രഹവും അതുപോലെ തന്നെ മെറ്റലിന്റെ ശംഖും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓരോ തരം ഡിസൈൻസിലും അതുപോലെ കളറുകളിലൊക്കെ ഉള്ള വിഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ പറകളിൽ വുഡ് കെട്ടിയിട്ടുള്ള അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഈ ഭാഗം ഒരു സുവർണ ലോകം തന്നെയാണ് കേട്ടോ. സ്വർണ്ണ നിറത്തിലുള്ള പറ, കിണ്ടി, അതുപോലെ ഉരുളികള്, ചന്ദനത്തിരി സ്റ്റാൻഡ്, സാമ്പ്രാണി പുകയ്ക്കുന്നത്, അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ. അത് ഒത്തിരി കാണാനുണ്ട്. അത്രയ്ക്കധികം നിരത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് അഷ്ടമംഗല്യ സെറ്റാണ്. ഈ വിളക്കിനകത്ത് എണ്ണ ഒഴിച്ച് തിരിയൊക്കെ കത്തിച്ച് മൂടി വെക്കാൻ പറ്റും. അപ്പൊ അത് കാറ്റിലൊന്നും കെടാതെ ഒരുപാട് നേരം അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഗ്ലാസിന്റെ ആണ് കേട്ടോ ആ മൂടിയായിട്ടുള്ളത്. ഒറ്റത്തിരി ഇട്ട് കത്തിക്കുന്ന കുഞ്ഞു വിളക്കുകള്, അതിന്റെ സ്റ്റാൻഡിന് ഇങ്ങനെ പല പല രൂപങ്ങളുണ്ട്. അത് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട്. ഇത് ത്രിമൂർത്തി വിളക്കാണ്. കവര വിളക്കെന്നും പറയും. ഇത് ക്ഷേത്രങ്ങളിൽ കത്തിക്കുന്നതാണ്. നാരായ ഉള്ളതും ഇല്ലാത്തതും ഉണ്ട്. ഈ കാണുന്നതാണ് വാസ്തുവിളക്ക്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വാസ്തുവിളക്ക്. ഇതിനു മുമ്പ് കണ്ടിട്ട് ശ്രദ്ധിക്കാതിരുന്നതായിരിക്കാം. ഇവർ പറഞ്ഞു തന്നു അത് വാസ്തുവിളക്കാണെന്ന്. ലക്ഷ്മി വിളക്കുകൾ സിൽവറിലും ബ്രാസിലും ഉണ്ട്, പല വലിപ്പത്തിലുള്ളതും ഉണ്ട്.
സൈഡിലൊക്കെ ഇങ്ങനെ ഡിസൈൻസ് വരുന്ന ഉരുളികൾ കാണാൻ നല്ല കൗതുകമാണ് അത്. ഗണപതി വിളക്ക്, ലക്ഷ്മി വിളക്ക്, കവരവിളക്ക്, പാത്തി വിളക്ക്, പിന്നെ നിലവിളക്കുകൾ, അങ്ങനെ എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ട്. ഞാൻ ഇതൊക്കെ തമിഴ്നാട്ടിലൊക്കെയാണ് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അവര് പറഞ്ഞു സീസണിൽ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് ഇതൊക്കെ. ആ സമയത്ത് ഇവർക്ക് ഇത് നല്ല സെയിലായിരിക്കും ഇത്രയും. ഈ ഭാഗത്ത് ഉടുക്കുകളും അതുപോലെ പ്ലേറ്റുകളും ഒക്കെയാണ് കേട്ടോ. ഈ കല്യാണത്തിനൊക്കെ നമ്മൾ ഉടവയൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന വലിയ തളികകൾ അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ചെറുതൊക്കെ സെറ്റായിട്ട് അത് ഫുള്ളായിട്ട് വാങ്ങിക്കണം. സിംഗിളായിട്ട് വേണമെങ്കിൽ ഷോപ്പിന്റെ ഫ്രണ്ടിലുണ്ട് ഓരോന്നായിട്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വിളക്ക് വെക്കാനും അതുപോലെ ചെന്നിത്തിരി വെക്കാനുമായിട്ട് ചെറിയ ഓരോ പ്ലേറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൂടിയുള്ള പാത്രങ്ങളൊക്കെ വെയിറ്റ്ലെസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാനായിട്ട് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെക്കാനാണെങ്കിൽ ഇതുപോലത്തെ ഒക്കെ വാങ്ങിക്കാം. സ്വീകരണമുറിയെ പ്രൗഢഗംഭീരമായിട്ട് ഒരുക്കി വെക്കാൻ പോകുന്ന അത്രയും ഹൈറ്റ് ഉള്ള പീക്കോക്കൊക്കെ ഉള്ള ഒരു വിളക്കാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ നേരത്തെ മറ്റൊരു ഷോപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗുരുവായൂരിലത്തെ ഒരു ഷോപ്പിന്റെ. നമ്മൾ സ്ഥിരം പോകുന്നതാണ് അവിടെ ഞാൻ വലിയൊരു വിളക്ക് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും ഹൈറ്റും ഉണ്ട്. ഇതിലൊരു പീക്കോക്ക് ഡിസൈൻ കൂടിയുണ്ട്. ഇത് പാത്തി വിളക്കാണ്. ഇതില് തിരിപ്പഴുതുള്ളതും ഇല്ലാത്തതുമുണ്ട്. ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ആനയുടെ മുന്നിലായിട്ട് വിളക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പാത്തി വിളക്കാണ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇത് വാളിലൊക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ ഭാഗത്തുള്ളത്. ഈ ഭാഗത്ത് ഒരുപാട് വിളക്കുകൾ ഇങ്ങനെ ഒരേ വലുപ്പത്തിലുള്ളത് വേറെ വേറെ ആയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറുന്നിടത്താണ് ഇതുപോലെ നെറ്റിപ്പട്ടമൊക്കെ ഉള്ളത്. ഒറിജിനൽ മയിൽപ്പീലി നെറ്റിപ്പട്ടം, സിൽവർ കളറുള്ളതും ഗോൾഡനും എല്ലാം ഉണ്ട്. ഇതെല്ലാം 5D ഫ്രെയിംസ് ആണ് കേട്ടോ. അപ്പോൾ 1-2 എനിക്ക് എടുത്ത് കാണിച്ചു തന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഉണ്ണിക്കണ്ണൻ കണ്ണടക്കും തുറക്കൊക്കെ ചെയ്യുന്നുണ്ട്. പൂജാ സ്റ്റാൻഡുകൾ ഒരുപാടുണ്ട്. 1000 രൂപ മുതൽ മേലോട്ടുള്ളതുണ്ട്. ഡ്രോ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ആയിട്ട് പല പല വലുപ്പങ്ങളിലുള്ളതുണ്ട്. ഇതൊക്കെ വുഡൻ ഫ്രെയിംസ് ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ആ കണ്ണൻ്റെ രൂപം അതും വുഡാണ്, വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ കുറെ ആനകളുണ്ട്, വുഡൻ ആനകള്. മയിൽപ്പീലി വിഷുക്കണി കോംബോ സെറ്റ് ആണ് കേട്ടോ അത്. മയിൽപ്പീലി ബോർഡർ തിടമ്പ് അതുപോലെ ചെറിയ ഉണ്ണിക്കണ്ണനൊക്കെ വെച്ചിട്ട് ഇവരിത് സെറ്റ് ചെയ്ത് തരും. നമുക്ക് എത്ര വലുപ്പത്തിലുള്ളത് വേണം, എത്ര വലുപ്പമുള്ള ഉണ്ണിക്കണ്ണനെ വേണം എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ സെറ്റ് ചെയ്ത് തരും. നമുക്ക് ആവശ്യമെങ്കിൽ ഓൺലൈൻ സൗകര്യം കൂടി ഉപയോഗിക്കാൻ പറ്റും. എവിടെയും ഡെലിവറി ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. കണ്ണന്റെ വിവിധ രൂപങ്ങളുണ്ട്. ഗുരുവായൂരപ്പൻ, വെണ്ണക്കണ്ണൻ, ഉണ്ണിക്കണ്ണൻ, ഉഷപൂജ കണ്ണൻ. പിന്നെ എനിക്ക് ഏറ്റവും പ്രത്യേകത തോന്നിയത് വിട്ടോപ്പ എന്ന് പറഞ്ഞിട്ട് അരയിൽ കൈവച്ച കാർവർണ്ണമുള്ള കൃഷ്ണ വിഗ്രഹം ഇവിടെയുണ്ട്. അത് നമുക്ക് കാണാം. ഇവിടെ ഒരുപാട് ചൈനീസ് വാസ്തു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബുദ്ധ, അതുപോലെ ഫ്രോഗ്, പല പല രൂപത്തിലുള്ള ബുദ്ധകളുണ്ട്. ഞാൻ അത്തരം ഷോപ്പുകളിലാണ് ഇത്ര അധികം കണ്ടിട്ടുള്ളത്. പിന്നെ വൈറ്റ് ബുദ്ധയൊക്കെ ഇവിടെയാണ് ഞാൻ കാണുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലൊക്കെ ലോഫിംഗ് ബുദ്ധ അതുപോലെ ചൈനീസ് വസ്തു കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഇപ്പോൾ കോമൺ ആയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് അത് നമ്മൾ പലയിടത്തും കാണുന്നതാണ്. ആശീർവാദ കൃഷ്ണനാണ് ഇത് കേട്ടോ. ഇത് ഞാനും എവിടെയും കണ്ടിട്ടില്ല.
ഇതാണ് വെണ്ണക്കണ്ണൻ. ഓരോന്നും പറഞ്ഞു തന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് അങ്ങനെ വെണ്ണക്കണ്ണൻ, ഉഷപൂജ, ഉണ്ണിക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇതുവരെ ഞാൻ കേൾക്കാത്ത ഒരു പേരാണ് വിട്ടോപ്പ. പറയുന്നത് കറക്റ്റ് ആണോ എന്ന് അറിഞ്ഞൂടാ. വിട്ടോപ്പ എന്ന് തന്നെയാണ് ഞാൻ കേട്ടത്. കണ്ണൻ അരയിൽ കൈവച്ച് നിൽക്കുന്ന ഈ രൂപമാണ് വിട്ടോപ്പ. ഉഷപൂജ ഉണ്ണിക്കണ്ണനാണിത്. ഇതാണ് മള്ളിയൂർ ഗണപതി. മള്ളിയൂർ ഞാൻ പോയിട്ടില്ല. അവിടെ ഉണ്ണിക്കണ്ണനും ഗണപതിയും കൂടിയിട്ടുള്ള പ്രതിഷ്ഠയാണെന്ന് പറയുന്നു. ഒരു കൊച്ചു പൂജാമുറി നമുക്ക് സ്ഥലം പോകാതെ വീട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ളത് വാങ്ങി കൊണ്ടുവച്ചാൽ മതി. പൂജാ സ്റ്റാൻഡ്. അപ്പൊ അതിനടിയിൽ ഡ്രോ ഉള്ളതും ഡോർ ഉള്ളതും എല്ലാം ആയിട്ടുള്ള പല പല സൈസിലുള്ളതുണ്ട്. ഒരുപാട് മാലകളും ചന്ദനത്തിരി, സാമ്പ്രാണി, അങ്ങനെ പല പല കർപ്പൂരം ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതൊന്നും ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നില്ല. ഈ ഭാഗത്ത് നമ്മൾ വിഗ്രഹത്തിൽ ചാർത്തുന്ന പാവാടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടും. അതുപോലെ മുണ്ടുകള്, പൂജ ചെയ്യുന്ന കർമ്മം ചെയ്യുന്നവർക്ക് ധരിക്കാനുള്ള മുണ്ടുകള്, പിന്നെ കർട്ടൻ, കൊടിക്കൂറ, അതൊക്കെയാണ് ഈ ഭാഗത്തായിട്ടുള്ളത്. ഈ സ്റ്റെപ്പിന്റെ ഭാഗത്തൊക്കെ ഭണ്ഡാരങ്ങളും അതുപോലെ പൂജാ സ്റ്റാൻഡുകളും ഒക്കെ ഉണ്ട് കേട്ടോ. മേലെയും ചെറുതും വലുതുമായിട്ടുള്ള പൂജാ സ്റ്റാൻഡുകൾ നമുക്ക് ഇഷ്ടത്തിന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അത്ര അധികം ഉണ്ട് കേട്ടോ. പല വലിപ്പത്തിലുള്ളത്, പല മോഡലിലുള്ളതും. അമ്പലങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള കൊടിക്കൂറകൾ ഏത് സൈസിനനുസരിച്ചും ഏത് പ്രിന്റിനനുസരിച്ചും ഇവർ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ 2mm 3mm എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല സൈസുകളുണ്ട്. അപ്പോൾ അത് ഏത് വേണമെങ്കിലും അവർ ചെയ്തു കൊടുക്കും. ഇത് കർട്ടനുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നട അടച്ച സമയത്ത് ഇങ്ങനെ കർട്ടൻ കാണുമല്ലോ, ഭഗവാന്റെ രൂപമൊക്കെ ആയിട്ട്, അതുപോലുള്ള കർട്ടനുകളൊക്കെയാണ്. അതിലൊരെണ്ണം നമുക്ക് നിവർത്തി കാണിച്ചു തന്നു. അത് ഗുരുവായൂരപ്പന്റെ രൂപമാണ് ആ കർട്ടനിലുള്ളത്. വീണ്ടും ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇവിടെയാണ് നേരത്തെ കണ്ട സിൽവർ സെക്ഷൻ ഉള്ളത്. ഇവിടെ വിവിധ തരം ശംഖുകളുണ്ട്. വലംപിരി, ഇടംപിരി, തീർത്ഥ ശംഖ്, അങ്ങനെ ശംഖിന്റെ സ്റ്റാൻഡും കൂടി കിട്ടും കേട്ടോ, സിൽവറിന്റെ ഒക്കെ. ഈ കാണുന്നത് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ പൂജിച്ച് വെക്കുന്ന യന്ത്രങ്ങളാണ്. അതിൽ ശ്രീയന്ത്രം, കുബേരയന്ത്രം തുടങ്ങി എല്ലാതുമുണ്ട്. അതൊക്കെ ഓരോ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ കൊണ്ടുപോകുന്നതാണ്. പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം പൂക്കളും പിന്നെ വാഴയില ഇവിടെ കിട്ടും കേട്ടോ. സദ്യ കാര്യങ്ങൾക്കൊക്കെ ഉള്ള വാഴയിലകൾ 1-2 ദിവസം മുൻപ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി ക്ലീൻ ചെയ്ത് കിട്ടും. അത് ഏത് വലിപ്പത്തിൽ വേണം, നമുക്ക് പ്ലേറ്റിലൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് തരും. അതെല്ലാം സദ്യക്ക് വിളമ്പാനുള്ളതാണെങ്കിൽ അങ്ങനെ കിട്ടും. 2 ദിവസം മുൻപ് പറയണമെന്ന് മാത്രം. അങ്ങനെ നമ്മൾ ഈ ഷോപ്പിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു. നമ്മുടെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ ഷോപ്പിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ചെയ്തു. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എണ്ണ കാച്ചാനായിട്ട് തെച്ചിപ്പൂവൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.